ഹായ് ഫ്രണ്ട്സ്, ലേൺ പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സിംഗിൾ സെൽ പ്രോട്ടീനാണ്. അതായത് നമ്മുടെ FSO എക്സാമിൻ്റെ ക്രാഷ് കോഴ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രാഷ് കോഴ്സിൻ്റെ സെക്കൻഡ് ഡേയിലാണ്. സെക്കൻഡ് ഡേയിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് സിംഗിൾ സെൽ പ്രോട്ടീനാണ്. അപ്പം ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് FSO എക്സാമിൻ്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ എൻസൈംസ് ആണ് പഠിച്ചത്. അതായത് എൻസൈംസ് യൂസ്ഡ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. സിംഗിൾ സെൽ പ്രോട്ടീൻ. Humans and animals consume protein as a source of nitrogen and essential amino acids from which they build new structural and functional proteins that enable them to survive. അതായത് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ, ഹ്യൂമൻസിൽ നൈട്രജൻ്റെയും അമിനോ ആസിഡ്സിൻ്റെ ഒരു എസെൻഷ്യൽ സോഴ്സാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീന് ഹ്യൂമൻ ബോഡീസിൻ്റെ ബിൽഡപ്പിനും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ റോൾ വഹിക്കുന്നുണ്ട്. അപ്പം എക്സ്ട്രീം കണ്ടീഷനിൽ നമുക്ക് നമ്മളെപ്പോഴും എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻസാണ്. അപ്പം റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പോപ്പുലേഷനിൽ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ ഫോം ചെയ്യിപ്പിച്ചത്. സിംഗിൾ സെൽ പ്രോട്ടീൻസ്. The term single cell proteins was coined in 1966 by Carol L. Wilson. സിംഗിൾ സെൽ പ്രോട്ടീൻസിനെ മൈക്രോബിയൽ പ്രോട്ടീൻസ് എന്നും നോവൽ പ്രോട്ടീൻസ് എന്നും അല്ലെങ്കിൽ നോവൽ ഫുഡ് എന്നും മിനി ഫുഡ് എന്നും മൈക്രോ ഫുഡ് എന്നൊക്കെ പറയാറുണ്ട്. ഈ സിംഗിൾ സെൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഡ്രൈഡ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഡ്രൈഡ് സെൽസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് വിച്ച് ആർ യൂസ്ഡ് ഇൻ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഇൻ ഹ്യൂമൻ ഫുഡ്സ് ആൻഡ് ആനിമൽ ഫീഡ്സ്. ഇപ്പം മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ആൽഗെ, ഫഞ്ച്, ഈസ്റ്റ്, ബാക്ടീരിയ എല്ലാ ടൈപ്പ് മൈക്രോ ഓർഗാനിസം യൂട്ടിലൈസ് ചെയ്ത് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് എനർജി യൂട്ടിലൈസ് ചെയ്ത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു. ആ ഗ്രോത്തിൽ നിന്ന് പ്രോട്ടീൻ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ, അമിനോ ആസിഡിനെ കളക്ട് ചെയ്യുന്നതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻസ്. അപ്പം ഈ സിംഗിൾ സെൽ പ്രോട്ടീൻസിനകത്ത് പ്രോട്ടീൻ മാത്രമല്ല, അതിനകത്ത് ഫാറ്റ്സ് കാണും, കാർബോഹൈഡ്രേറ്റ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാ കമ്പോണൻറ്റും മൈന്യൂട്ട് എമൗണ്ടിൽ ഉണ്ടായിരിക്കും. സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. 2 സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് സിംഗിൾ സെൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NBRI. സെക്കൻഡ് വൺ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CFTRI. ഈ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ സിംഗിൾ സെൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CFTRIയിൽ സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ആൽഗെ കൾച്ചർ ചെയ്യുന്നത് സീവേജ് കമ്പോണൻറ്റിലാണ്. സീവേജിൽ നിന്നാണ് ആൽഗെ കൾച്ചർ ചെയ്ത് എടുക്കുന്നത്. അടുത്തതൊരു ടേബിളാണ്. ആ ടേബിളിനകത്ത് പ്രോട്ടീൻസിൻ്റെ പ്രൊഡക്ഷൻ ഫഞ്ചൈ, ആൽഗെ, ഈസ്റ്റ്, ബാക്ടീരിയ എത്ര പെർസെൻറ്റേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പ്രോട്ടീൻ ഫഞ്ചൈ ആണെങ്കിൽ 30 to 45% പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആൽഗെ ആണെങ്കിൽ 40 to 60%, ഈസ്റ്റ് 45 to 55, ബാക്ടീരിയ ആണ് 50 to 65. അപ്പം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽഗയാണ്. അപ്പം ഈ ടേബിൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എക്സാമിന് ചിലപ്പം ഇതിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്ന് അല്ലെങ്കിൽ ഏത് മൈക്രോ ഓർഗാനിസം എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻസ്. അപ്പം സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ പ്രൊഡക്ഷനിൽ പല സ്റ്റെപ്പുകൾ കഴിഞ്ഞാണ് അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പും പറയാം. സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സ്ട്രെയിൻസ്, അതായത് ഏത് ടൈപ്പ് മൈക്രോ ഓർഗാനിസിനെ സെലക്ട് ചെയ്യണം. അത് ഫസ്റ്റ് സ്റ്റേജിൽ മൈക്രോ ഓർഗാനിസിൻ്റെ സെലക്ഷൻ നടക്കുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ഫെർമെൻറ്റേഷൻ, തേർഡ് ഹാർവെസ്റ്റിംഗ്, ഫോർത്ത് വൺ പോസ്റ്റ് ഹാർവെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ലാസ്റ്റ് വൺ സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രോസസ് ഇൻ ഫുഡ്. അപ്പോൾ ഇത്രയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന സ്റ്റെപ്പുകൾ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡയഗ്രാം കൊടുത്തിട്ടാണ്. ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ്. സബ്സ്ട്രേറ്റ് ഉണ്ട്, അപ്പോൾ ഫെർമെൻറ്റേഷൻ നടത്തുന്നു, അതിനകത്ത് മൈക്രോബ്സിനെ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ മൈക്രോബ്സിന് ഗ്രോ ചെയ്യാനുള്ള ന്യൂട്രിയൻ സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. അതായത് നമ്മൾ പറഞ്ഞിരുന്ന വേസ്റ്റ് പ്രോഡക്റ്റിൽ നിന്ന് സിംഗിൾ സെൽ പ്രോട്ടീൻസിന് വേണ്ടിയുള്ള എനർജിയെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും മൊളാസസ് അങ്ങനെയുള്ള ഏതെങ്കിലും വേസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ ഇൻഎക്സ്പെൻസീവ്
മെത്തേഡിലാണ് സിംഗിൾ സെൽ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അവിടുന്ന് പിന്നെ ഹാർവെസ്റ്റ് ചെയ്ത് പ്യൂരിഫിക്കേഷൻ, ഡ്രൈയിങ്, പിന്നെ ലാസ്റ്റ് സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ കളക്ഷൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. നെക്സ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻസ്. അതായത് നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഫെർമെൻറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് അതിനകത്ത് കാർബൺ സോഴ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. കാർബൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സബ്സ്ട്രേറ്റ് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. മൊളാസസോ അങ്ങനെ എന്തെങ്കിലും പീലുകളൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പം അത് എന്ന് പറയുന്നത് പ്രീ ട്രീറ്റ് ചെയ്തതായിരിക്കണം. ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ പ്രീ ട്രീറ്റ് ചെയ്തിരിക്കണം. അതായത് കണ്ടാമിനേഷൻ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം അത് യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ കാർബൺ സോഴ്സ് പോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും അതർ ന്യൂട്രിയൻ സപ്ലിമെൻറ്റ്സും ഇതിൻ്റെ ഒപ്റ്റിമൽ ഗ്രോത്തിന് വേണ്ടി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. മൈക്രോബിയൽ ഗ്രോത്തിന് വേണ്ടി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ഈ അവിടെ എപ്പോഴും ഹൈജീനിക് കണ്ടീഷനാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് കണ്ടാമിനേഷൻ റിസ്ക് ഒട്ടും ഇല്ലാത്ത രീതി വേണം ആ ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഫെർമെൻറ്റേഷൻ എക്യുപ്മെൻറ്റ്സും ഫിൽട്രേഷൻ എക്യുപ്മെൻറ്റ്സും എല്ലാ എക്യുപ്മെൻറ്റ്സും അവിടെ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും സ്റ്റെറൈൽ കണ്ടീഷനിലായിരിക്കണം. അല്ലെങ്കിൽ ഹൈജീനിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏരിയ ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈജീനിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സെലക്റ്റഡ് മൈക്രോ ഓർഗാനിസിനെ വേണം ഇനോക്കുലേറ്റ് ചെയ്യാൻ. അതായത് പ്യുവർ ആയിട്ടുള്ള കൾച്ചേഴ്സിനെ വേണം ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി അതുപോലെ തന്നെ ആ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എയറോബിക് കണ്ടീഷൻ ആയിരിക്കണം. ആ കണ്ടീഷൻ ആൽഗെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എയറോബിക് കണ്ടീഷൻ ആയിരിക്കണം. അവിടെ ഒരു എയറേഷൻ ഹൈലി ആഡിക്വേറ്റ് ആയിട്ടുള്ള എയറേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ച് കൂളിംഗ് നടന്നുകൊണ്ടിരിക്കണം. ദ മൈക്രോബിയൽ ബയോമാസ് ഈസ് റിക്കവേർഡ് ഫ്രം ദി മീഡിയം. അതായത് മീഡിയത്തിൽ നിന്ന് ബയോമാസിനെ റിക്കവർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ബയോമാസ് എന്ന് പറയുന്നത് യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ സ്റ്റോറബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പറയും. അപ്പം ഇതിനകത്ത് പല ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഓറഞ്ച് പീൽസ് റെസിഡ്യൂ, സ്വീറ്റ് ഓറഞ്ച് റെസിഡ്യൂ, sugar cane residue, paper mill waste, rice husk, wheat straw residue, cassava waste, sugar beet pulp, coconut waste, grape waste, mango waste, etc. അപ്പം ഇത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റുകളാണ്. ചോയ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ഫോർ സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രൊഡക്ഷൻ. അപ്പം മെയിനായിട്ട് ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത് ഉള്ളതായിരിക്കണം, ഷോർട്ട് ജനറേഷൻ ടൈം ആയിരിക്കണം. അതുപോലെ തന്നെ സെൽ മാസ് ഡബിൾ ചെയ്യുന്ന ടൈം 20 മിനിറ്റ്സ് ടു 2 hours ആയിരിക്കണം. അതുപോലെ തന്നെ വെറൈറ്റി റോ മെറ്റീരിയൽസിൽ ഗ്രോ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കണം. ഇതൊക്കെയാണ് ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ബ്രേവി ബാക്ടീരിയം, അതുപോലെ തന്നെ ബാസിലസ് സ്പീഷീസ്, ലാക്ടോബാസിലസ്, സെലിലോമോണസ്, സ്യൂഡോമോണസ്, റോഡോ സ്യൂഡോമോണസ്, ഫ്ലേവോ ബാക്ടീരിയം, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ്. അടുത്ത് ആൽഗെ എടുത്തു കഴിഞ്ഞാൽ ആൽഗയ്ക്ക് എക്സാമ്പിൾ സ്പൈറുലിന, ക്ലോറല്ല, സെനോയിഡസ് ഒക്കെയാണ് എക്സാമ്പിൾസ്. പിന്നെ ആൽഗയുടെ സ്പൈറുലിന ആണെങ്കിൽ ഏറ്റവും ഒരു പ്രോട്ടീൻ്റെ ഒരു സപ്ലിമെൻ്റ് ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ ആണെങ്കിൽ സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി ഉള്ളതാണ്. ഈസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഈസ്റ്റ് ആണെങ്കിൽ ഹൈ ന്യൂട്രിയൻ ഫീഡ് സബ്സ്ട്രേറ്റ് ആണ്. ഇപ്പം ഈസ്റ്റിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോവിയ, കാൻഡിഡ, അതുപോലെ തന്നെ റോഡോസ്പൈറിലം, ട്രൈക്കോസ്പോറിയം, ലിപ്പോമൈസസ് ഒക്കെ ഈസ്റ്റിൻ്റെ കാറ്റഗറി വരുന്ന മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ആണ്. ഫഞ്ചൈ എടുത്തു കഴിഞ്ഞാൽ ഫഞ്ചൈയിൽ ഫ്യൂസേറിയൻ സ്പീഷീസ്, അസ്പെർജില്ലസ് സ്പീഷീസ്, പെൻസിലിയൻ സ്പീഷീസ്, ട്രൈക്കോഡെർമ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഫഞ്ചൈ സ്പീഷീസിൽ വരുന്ന മൈക്രോ ഓർഗാനിസംസ്. നെക്സ്റ്റ് വൺ ഫെർമെൻറ്റേഷൻ. അതായത് സബ്സ്ട്രേറ്റിനെ സെലക്ട് ചെയ്തു, മൈക്രോബ്സിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫെർമെൻറ്റേഷനകത്ത് മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്ത് ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, കറക്റ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ സ്റ്റേറ്റിൽ സ്റ്റെറിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത്, സ്റ്റെറിലൈസ്ഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രോത്ത് മീഡിയത്തിനെ ആഡ് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്യുന്നു. ആ ഫെർമെൻറ്ററിനകത്ത് മീഡിയത്തിനെ, അതായത് കൾച്ചർ മീഡിയത്തിനെ ഫെർമെൻറ്റേഷൻ്റെ ലാസ്റ്റ് സെൽ സെപ്പറേഷൻ, കളക്ഷൻ ഓഫ് സെൽ ഫ്രീ സൂപ്പർനേറ്റൻ്റ്, പ്രോഡക്റ്റ് പ്യൂരിഫിക്കേഷൻ, എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം നടക്കുന്നതെല്ലാം ഫെർമെൻറ്റേഷൻ്റെ ലാസ്റ്റ് പോർഷനിലാണ്.
ഇനി ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രൊഡക്ഷന് രണ്ട് ഫെർമെൻറ്റേഷൻ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. സബ്മർജ്ഡ് ഫെർമെൻറ്റേഷൻ ആൻഡ് സെമി സോളിഡ് സ്റ്റേറ്റ് ഫെർമെൻറ്റേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കൾച്ചേഴ്സിന് ആഡ് ചെയ്യുന്ന ഫെഡ് ബാച്ച് കൾച്ചർ ആയിട്ടായിരിക്കും മൈക്രോ ഓർഗാനിസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ്. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞത്തെ സ്റ്റെപ്പാണ് ഹാർവെസ്റ്റിങ്. അപ്പം ഹാർവെസ്റ്റിങ്ങിനകത്ത് മൈക്രോബിയൽ കോളനീസ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പം അതിനെ ബൾക്ക് സെൽസായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്യുന്ന ഡീകാൻറ്റേഷൻ വഴി അതിനെ റിമൂവ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം പോസ്റ്റ് ഹാർവെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. പോസ്റ്റ് ഹാർവെസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വെറൈറ്റി പ്രോസസ്സുകളാണ് നടത്തുന്നത്. സെൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രിഫ്യൂഗേഷൻ, വാഷിങ്, ഡ്രൈയിങ് തുടങ്ങിയ പ്രോസസ്സ് വഴിയാണ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രോസസ്സിങ് ഫോർ ഫുഡിലേക്ക് അല്ലെങ്കിൽ ഫുഡിൽ ആക്കാൻ വേണ്ടി ഇതിനെ സെൽ വോളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അതായത് പ്രോട്ടീൻ അല്ലെങ്കിൽ മിനറൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യും, കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യും, ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യും. അതായത് സെൽ ഡിസ്ട്രക്ഷൻ ആണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ മെത്തേഡ്സിലാണെങ്കിൽ ക്രഷിങ്, ക്രംബിങ്, ഗ്രൈൻഡിങ്, പ്രഷർ ഹോമോജനൈസേഷൻ നടത്തി അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എൻസൈംസോ സോൾട്ട്, NaCl പോലുള്ള സോൾട്ടുകൾ ആഡ് ചെയ്ത് സെല്ലിൻ്റെ ഡിസ്ട്രപ്ഷൻ നടത്തുന്നത്, സെൽ വോളിനെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഇതിൻ്റെ പ്രോട്ടീൻസിനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഫിസിക്കൽ മെത്തേഡ്സ് ആണെങ്കിൽ ഫ്രീസ് നടക്കും, ഓസ്മോട്ടിക് ഷോക്ക്, ഹീറ്റിങ്, ഡ്രൈയിങ്. അപ്പം ഇത്രയും മെത്തേഡ്സിൽ കൂടെയാണ് സെല്ലിന് ഡിസ്ട്രക്ഷൻ നടത്തുന്നത്. ഇനി ന്യൂട്രീഷണൽ അഡ്വാൻറ്റേജ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രോട്ടീൻസ് ആണ്. അതുപോലെ തന്നെ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, ആഷ് ഇൻഗ്രീഡിയൻസ്, വാട്ടർ ആൻഡ് അതർ എലമെൻറ്റ്സ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം എല്ലാം ഇതിനകത്തുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു റോൾ വഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി ഇതിനൊരു സ്മോൾ ഏരിയ മതി, അതുപോലെ തന്നെ ലെസർ ടൈം മതി ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ സിംഗിൾ സെൽ പ്രോട്ടീൻസിന് ഈസ്റ്റ് ആൻഡ് ഫഞ്ചി 50 to 55% പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ബാക്ടീരിയയുടെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ 80% എബോവ് 80% പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതൊരു ഗുഡ് അമിനോ ആസിഡ് സോഴ്സുമാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സിന് വലിയൊരു സോഴ്സാണ് സിംഗിൾ സെൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മോളർ എമൗണ്ടിൽ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സും ഹൈ എമൗണ്ടിൻ ന്യൂക്ലിക് ആസിഡ് കമ്പൗണ്ടിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സിംഗിൾ സെൽ പ്രോട്ടീന്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീന്. ഇത് ആപ്ലിക്കേഷൻ മെയിനായിട്ട് വരുന്ന ആനിമൽ ന്യൂട്രീഷനിൽ, അതുപോലെ തന്നെ ഫുഡ് സ്റ്റഫ് ഏരിയയിലും ടെക്നിക്കൽ ഫീൽഡിലുമാണ് മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ആനിമൽ ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ ഫാറ്റനിങ് ഓഫ് കാപ്സ്, പൗൾട്രി, പിഗ്സിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫീഡ് ഓഫ് ലേയിങ് ഹെൻസ് ഡൊമസ്റ്റിക് ആനിമൽസിലൊക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫിഷ് ബ്രീഡിങ്ങിനൊക്കെ ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ കൊടുക്കാറുണ്ട്. ഇനി ഫുഡ് സ്റ്റഫ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അരോമ ക്യാരിയറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, വൈറ്റമിൻ ക്യാരിയറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, എമൽസിഫയിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ് ദ ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ബേക്ക്ഡ് പ്രോഡക്ട്സ്, സൂപ്പ്, റെഡി ടു സർവ് മീൽസ്, ടൈപ്പ് റെസിപ്പീസ്, ഇവിടെ എല്ലാം ഇത് ന്യൂട്രിറ്റീവ് വാല്യൂ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇനി ടെക്നിക്കൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ പേപ്പർ പ്രോസസ്സിംഗ് ഫീൽഡിൽ, ലെതർ പ്രോസസ്സിംഗ് ഫീൽഡിൽ ഒക്കെ ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫോം സ്റ്റെബിലൈസർ ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട് സിംഗിൾ സെൽ പ്രോട്ടീനും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ ഈസ്, ഇപ്പം മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് ചില സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സബ്സ്റ്റൻസ് ചിലപ്പോൾ ഹ്യൂമൻസിനോ അല്ല ആനിമൽസിനോ ഒക്കെ ടോക്സിക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡൈജക്ഷന് കാരണമാകാറുണ്ട്. പിന്നെ ചിലപ്പോൾ അലർജിക് റിയാക്ഷൻസ് കോസ് ചെയ്യാറുണ്ട്. ചില കേസിൽ ഹൈ എമൗണ്ട് ഓഫ് ന്യൂക്ലിക് ആസിഡും കണ്ടന്റ് വന്നു കഴിയുമ്പം കിഡ്നി സ്റ്റോൺസിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൈ ന്യൂക്ലിക് ആസിഡ് കണ്ടന്റ് ബോഡിയിൽ എത്തിക്കഴിയുമ്പം ഗ്യാസ്ട്രിക് ഇൻഡസ്ട്രീനെ പ്രോബ്ലംസും സ്കിൻ റിയാക്ഷൻസും കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടോക്സിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കാർസിനോജനിക് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസിലേക്കും പോകാറുണ്ട്. പിന്നെ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ, അതായത് സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയയിൽ ഇപ്പം സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. ഈ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പം ഇതൊക്കെയാണ് ഈ സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
അപ്പോൾ സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. FSO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇത് ഏറ്റവും പ്രചോദനകരമായുള്ള രീതിയിലാണ് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതായത് ഒത്തിരി ഹൈ ലെവലിലേക്ക് പോയിട്ടില്ല, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ സ്ലൈഡും എല്ലാവരും വാച്ച് ചെയ്യുക, വാച്ച് ചെയ്ത് പഠിക്കുക. താങ്ക് യു.